തിരുവോണത്തിന്റെ നാടായ തൃക്കാക്കരയിൽ ആഘോഷത്തോടെയാണ് ഓണത്തെ എതിരേറ്റത്. മഹാബലിയെ എതിരേറ്റ ചടങ്ങോടെയാണ് ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങുകൾ ആരംഭിച്ചത്. ആഘോഷപൂർവ്വം തിരുവോണ സദ്യയും കെങ്കേയമാക്കി മന്ത്രി പി രാജീവ്, ബെന്നി ബെഹനാൻ MP അടക്കമുള്ളവർ പങ്കെടുത്തു. തിരുവോണം അതിന്റെ എല്ലാവിധ സജീവതയോടും കൂടി ആഘോഷിക്കുകയാണ്. തൃക്കാക്കര എന്ന് അറിയപ്പെടുന്ന തൃക്കാക്കര തിരുവോണത്തിന്റെ നാട് എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. ആഘോഷങ്ങൾ തുടങ്ങുന്നതും അതോടൊപ്പം തന്നെ തിരുവോണത്തിന്റെ കൊടി ഇറങ്ങുന്നതുമെല്ലാം തന്നെ തൃക്കാക്കരയോട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ്. തൃക്കാക്കര മഹാക്ഷേത്രത്തിൽ തന്നെയാണ് ഇതിന്റെ ഒരു ചടങ്ങുകളും കാര്യങ്ങളും എല്ലാം നടക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ ഇവിടേക്ക് ഈ ഭക്തജനങ്ങളിലെല്ലാം തന്നെ ഒരു തിരക്കായിരുന്നു ഉണ്ടായിരുന്നത്. പതിവ് പോലെ തന്നെ വലിയ തിരക്കിലേക്ക് വൈകാതെ തന്നെ ക്ഷേത്രവും പരിസരവും എല്ലാം തന്നെ എത്തിച്ചേർന്നു. പിന്നീട് ഇതിന്റെ ഒരു ആചാരപരമായ സവിശേഷത എന്ന് പറയുന്നത് വാമനമൂർത്തി ക്ഷേത്രമാണ്. തൃക്കാക്കര മാത്രമാണ് കേരളത്തിലെ ഏക വാമനമൂർത്തി ക്ഷേത്രം എന്ന് പറയുന്നത്. ഇവിടെ ആചാരപൂർവ്വം ഈ മഹാബലി എതിരേൽക്കുക എന്ന ചടങ്ങ്, വാമനമൂർത്തി അത് പ്രതീകാത്മകമായി ചെന്നുകൊണ്ട് മഹാബലിയെ എതിരേൽക്കുക എന്നത് വാമനൻ ചെന്ന് എതിരേൽക്കുന്ന രീതിയിലുള്ള പരമ്പരാഗതമായ രീതിയിലുള്ള ആ രീതിയിലുള്ള ഒരു ചടങ്ങ് നടന്നത്. വലിയ രീതിയിലുള്ള ആഘോഷങ്ങളോടുകൂടി തന്നെ ഇവിടേക്ക് എത്തിയ ഭക്തജനങ്ങളും അതിൽ പങ്കാളികളായി. ഇതിനുശേഷം ക്ഷേത്രത്തിന് ചുറ്റും വലം വെച്ച ശേഷമാണ് വാമനമൂർത്തി ക്ഷേത്രത്തിനകത്തേക്ക് കയറി പോകുന്നത്. തുടർന്ന് വലിയ ആഘോഷങ്ങളിലേക്ക് തൃക്കാക്കര നീളുന്നു. ശ്രീബലി നടന്നു. അതിനുശേഷം ഏറ്റവും സവിശേഷതമായ തൃക്കാക്കര തിരുവോണ സദ്യ നടക്കുകയാണ്. തിരുവോണ സദ്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ സദ്യ വിളമ്പിക്കൊണ്ട് മന്ത്രി പി രാജീവ് അത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തിരുന്നു. ഇപ്പോഴും സദ്യ തുടരുന്നു. ഏതായാലും ഇത് കാണിക്കുന്നത് തൃക്കാക്കരയുടെ ഒരു വലിയ സവിശേഷത. നാനാജാതി മതസ്ഥർ എല്ലാവരും തന്നെ ഈ സദ്യയിൽ തിരുവോണ സദ്യയിൽ തന്നെ പങ്കാളികളാകുന്നു എന്നതാണ്. വിഭവസമൃദ്ധമായ സദ്യ, ഏതാണ്ട് 20,000-ലധികം പേർക്കാണ് ഈ സദ്യ ഒരുക്കുന്നത്. എന്തായാലും വലിയ ആഘോഷങ്ങളോടുകൂടി അതിൻ്റെ തനിമയോടുകൂടി തന്നെ തൃക്കാക്കര അത് ആഘോഷിക്കുകയാണ്, കൊണ്ടാടുകയാണ്. എല്ലാം ചിരിച്ച മുഖങ്ങൾ, ഓണം അതിൻ്റെ സജീവതയും തെളിമയും എല്ലാം ചേർന്നുകൊണ്ട് ചാരുതയോടുകൂടി തൃക്കാക്കര അത് ഏൽക്കുന്നു. എല്ലാവർക്കും ഓണാശംസകൾ. ക്യാമറമാൻ മനോജിനൊപ്പം ജാനിപ്പോൾ ന്യൂസ് 18. ശബരിമല സന്നിധാനത്ത് തിരുവോണ പുലരിയെ വരവേറ്റ് ഭക്തർ. കൊടുവിര ചുവട്ടിൽ അത്തപ്പൂക്കളം ഒരുക്കി വിപുലമായാണ് സന്നിധാനത്തെ ഓണാഘോഷം. ഭക്തർക്ക് തിരുവോണ സദ്യയും ഒരുക്കിയിട്ടുണ്ട്. 13,327 വിശ്വാസികൾ ഇന്നലെ ഉത്രാടം നാളിൽ ദർശനം നടത്തി.